രാഹുലിന്റെ വാദം ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. ഇങ്ങനെയൊരു പരാതിക്ക് അടിസ്ഥാനമായ കാര്യമേ നടന്നിട്ടില്ല. KPCC പ്രസിഡന്റിന് നൽകിയ ഒരു പരാതി മാത്രമാണ് നിലവിലുള്ളത്. ഇങ്ങനെയൊരു സംഭവം നടന്നതായി അറിവില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന വാദമാണ് രാഹുൽ നിരത്താൻ പോകുന്നത്. എന്തായാലും അക്കാര്യത്തിലാണ് അല്പസമയത്തിനകം എന്ത് വിധി പറയും എന്നുള്ളത് അറിയേണ്ടത്. നേരത്തെ കഴിഞ്ഞ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഉണ്ടായതുപോലെ കൂടുതൽ രേഖകൾ പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ കൂടുതൽ നീണ്ടുപോവുകയോ ചെയ്യുന്ന സാഹചര്യം ഒരുപക്ഷെ ഈ കേസിൽ ഉണ്ടാകില്ല. കാരണം രേഖകളൊക്കെ പരിശോധിക്കണമെങ്കിൽ, അത് കണ്ടെത്തണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് മാത്രമേ ഉള്ളൂ. നിലവിൽ FIR രജിസ്റ്റർ ചെയ്ത് ആ കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ പ്രത്യേക അന്വേഷണ സംഘം. അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് നിലവിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പോലീസ് പരിശോധിച്ചത് ഇങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ടോ എന്നുള്ള കാര്യമാണ്. ആ പരാതി നൽകിയ ഇമെയിലിലേക്കാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം തിരിച്ച് ഒരു മെയിൽ അയച്ചത്. അതിൽ പരാതിക്കാരിക്ക് പരാതി അറിയിക്കാൻ താല്പര്യമുണ്ടോ, മൊഴി നൽകാൻ താല്പര്യമുണ്ടോ എന്ന കാര്യം അറിയിക്കുകയായിരുന്നു. അതിനുശേഷം പെൺകുട്ടി തിരിച്ച് അതിന് റിപ്ലൈ ആയിട്ടാണ് താൻ മൊഴി നൽകാൻ തയ്യാറാണ്, പക്ഷേ തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകരുത്, അതിൽ തനിക്ക് ഭയമുണ്ട്, ആശങ്കയുണ്ട് എന്ന കാര്യമാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചത്. അതിൽ അന്വേഷണ സംഘം തന്നെ അതിൽ ഉറപ്പ് നൽകിയത് ഒരു കാരണവശാലും ഈ വ്യക്തിത്വം പുറത്താകുന്ന നിലയിലേക്കുള്ള ഒരു നടപടികളും ഉണ്ടാകില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകും. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കർശനമായ നിർദ്ദേശം നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു കാരണവശാലും നിലവിലെ ആദ്യ കേസിലെ ഇരയുടെ എല്ലാ സോഷ്യൽ മീഡിയ ഏതെങ്കിലും തരത്തിൽ അവരെ അധിക്ഷേപിക്കുന്ന നിലയിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നിലയിലുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നീക്കം ചെയ്യാൻ മെറ്റയ്ക്ക് നിർദ്ദേശം നൽകുകയും അത് DGP അത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി പെൺകുട്ടി എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഏതെങ്കിലും രീതിയിൽ ഐഡന്റിറ്റി പുറത്താകില്ല എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി അത്തരത്തിലുള്ള ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിന്റെ സ്വാഭാവികമായും അങ്ങനെ ഒരു ഉറപ്പ് പെൺകുട്ടിക്ക് ലഭിച്ച സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ മൊഴി രേഖപ്പെടുത്താൻ എത്താൻ തയ്യാറാണ് എന്നുള്ളതാണ്. പെൺകുട്ടിയാണ്, സമയവും സ്ഥലവും പറയാം എന്നറിയിച്ചിട്ടുള്ളത്. ഇന്നലെയോ ഇന്നുമായി മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘ തലവ പൂങ്കുഴലി തന്നെ പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് പെൺകുട്ടി ഇക്കാര്യത്തിൽ തനിക്ക് ഉള്ള ആശങ്കകൾ ആ പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ആശങ്ക വേണ്ട കാര്യമില്ല എന്ന് ഉറപ്പ് ലഭിച്ച സാഹചര്യത്തിലാണ് 2 ദിവസത്തിനുള്ളിൽ തന്നെ മൊഴി നൽകാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ മൊഴി എന്തായാലും നിലവിൽ പെൺകുട്ടി സംസാരിച്ച കാര്യം ഉൾപ്പെടെയാണ് കോടതിയെ എന്തായാലും പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്തുക. മൊഴി നൽകാൻ തയ്യാറാണ്. മൊഴി നൽകാനിരിക്കെ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം നൽകിയാൽ അത് ഈ കേസിനെ സ്വാധീനിക്കും എന്നുള്ളതായിരിക്കും പ്രോസിക്യൂഷന്റെ വാദം. ആ പ്രോസിക്യൂഷന്റെ വാദത്തെ നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ച വാദം വെച്ച് എങ്ങനെ ഗണ്ണിക്കാൻ കഴിയും എന്നുള്ളതാണ് അറിയേണ്ടത്. മറ്റൊരു പ്രധാന കാര്യം, കഴിഞ്ഞ കേസിൽ അതായത് മുൻകൂർ ജാമ്യ ഹർജിയിൽ, ആദ്യ പരാതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തെളിയിക്കാൻ തക്ക തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച ശേഷമാണ് മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പ്രോസിക്യൂഷൻ എത്തിയത്. ആ കേസ് ഒരു ഭാഗത്തുണ്ട്, അതേ ബെഞ്ചാണ് പരിഗണിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ കേസിന്റെ വിശദാംശങ്ങൾ കൂടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കും. അതിലെടുത്ത തീരുമാനം ഇങ്ങനെയായിരുന്നു എന്ന കാര്യം മുന്നോട്ട് വെക്കും. നിലവിൽ ഹൈക്കോടതിയിൽ പോയപ്പോഴും ഹൈക്കോടതി ജാമ്യം നൽകാൻ തയ്യാറായിട്ടില്ല എന്ന കാര്യം കൂടി പ്രോസിക്യൂഷൻ എന്തായാലും കോടതിയിൽ വാദമായി അവതരിപ്പിക്കും. അറസ്റ്റ് മാത്രമാണ് തടഞ്ഞിട്ടുള്ളത്. വിശദമായ പ്രോസിക്യൂഷന്റെയും പ്രതിയുടെയും വാദങ്ങൾ കേൾക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു മുൻകൂർ ജാമ്യം ഹൈക്കോടതി പോലും നൽകാത്ത കേസാണ് എന്ന കാര്യം കൂടുതൽ ഉറപ്പിച്ച് വാദിക്കാനാണ് നിലവിൽ എന്തായാലും പ്രോസിക്യൂഷൻ ഇപ്പോൾ ഒരുക്കം നടത്തിയിട്ടുള്ളത്. ആ ഒരു തീരുമാനത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നേരത്തെ എടുത്ത കേസിന് സമാനമായ രീതിയിലുള്ള കേസാണ് എന്നുള്ള കാര്യമാണ് നിലവിൽ പ്രോസിക്യൂഷന്റെ പ്രധാന വാദം ഉണ്ടാവുക. അതിൽ ഈ കെട്ടിച്ചമച്ച കേസ് എന്നുള്ള വാദം നിലനിൽക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അജി, ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് തുറന്ന കോടതിയിലാണ് വാദം കേൾക്കുന്നത്. രണ്ടാമത്തെ കേസിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ പരിഗണിക്കും. ഇഘട്ടത്തിൽ വിജിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ കേസിൽ കെട്ടിച്ചമച്ച ഒരു കേസാണ്, ഇതിനെതിരെ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല, ഇത് KPCC അധ്യക്ഷന് കൊടുത്ത ഒരു പരാതിയുടെ പുറത്തെടുത്ത കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ തെളിവുകളൊന്നും ഇല്ല എന്ന തരത്തിലുള്ള ഒരു വാദമുഖങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ വാദിക്കുന്നത്. അപേക്ഷ ഉടൻ തന്നെ കോടതി പരിഗണിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.